നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ അടിത്തറ എന്താണ്? നിങ്ങളുടെ മുത്തശ്ശിമാർ മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ വഴി നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സാമ്പത്തിക സത്യമുണ്ട്. ലോകം തകർന്നാലും പണത്തിന് വിലയില്ലാതായാലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു തരി പൊന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. സ്വർണം, അതാണ് അന്തിമമായ അഭയകേന്ദ്രം. ആയിരക്കണക്കിന് വർഷങ്ങളായി നാഗരികതകൾ കെട്ടിപ്പടുത്തതും സാമ്രാജ്യങ്ങൾ നിലനിർത്തിയതുമൊക്കെ സമ്പത്ത് അളന്നതുമൊക്കെ ഈ മഞ്ഞ ലോഹത്തിലാണ്. ഇപ്പോൾ ആ അടിത്തറയെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ നിക്ഷേപകനും പ്രമുഖ ക്യാപിറ്റൽ മാനേജറുമായ ആന്റണി പോംപ്ലിയാനോ ഒരു വാക്ക് പറഞ്ഞു: സ്വർണം ഒരു വിനാശകരമായ നിക്ഷേപം അഥവാ ഡിസാസ്ട്രസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന്. ഇതൊരു നിസ്സാര പ്രസ്താവനയല്ല, ഇത് സാമ്പത്തിക പാരമ്പര്യത്തിന് നേരെയുള്ള ഒരു തുറന്ന ആക്രമണമാണ്. ഒരു പുതിയ സാമ്പത്തിക ശക്തി, ഡിജിറ്റൽ യുഗത്തിന്റെ സൃഷ്ടിയായ ബിറ്റ്കോയിൻ 5000 വർഷം പഴക്കമുള്ള സ്വർണത്തിന്റെ സിംഹാസനം തട്ടിത്തെറിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണിത്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനമാണിത്. പോംപ്ലിയാനോയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. പരമ്പരാഗത നിക്ഷേപകർ രോഷം കൊണ്ടു, ക്രിപ്റ്റോ അനുകൂലികൾ ഇത് ആഘോഷിച്ചു. ഇത് വെറുമൊരു താരതമ്യമല്ല, ഇത് രണ്ട് തത്വശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പഴയ ലോകവും പുതിയ ലോകവും തമ്മിലുള്ള സാമ്പത്തിക യുദ്ധം എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. അതായത്, സ്വർണത്തിന്റെ പ്രതാപകാലം അവസാനിച്ചോ? ബിറ്റ്കോയിൻ എന്ന ഡിജിറ്റൽ സ്വർണം യഥാർത്ഥ രാജാവിനെ വീഴ്ത്തിയോ? നിങ്ങൾ ആരുടെ പക്ഷം പിടിക്കണം? നിങ്ങളുടെ പണം എവിടെയാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതമായിരിക്കുന്നത്? വസ്തുതകൾ സംസാരിക്കട്ടെ. ആന്റണി പോംപ്ലിയാനോയുടെ വാദങ്ങൾ വൈകാരികമല്ല, അത് കണക്കുകളുടെ അടിസ്ഥാനമായിട്ടുള്ളതാണ്. അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഡാറ്റ സ്വർണത്തെ സ്നേഹിക്കുന്നവരെ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറ്റപത്രം ഇതാണ്: സ്വർണത്തെ ഇനി അളക്കേണ്ടത് ഡോളറിലോ രൂപയിലോ അല്ല, മറിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആസ്തിയായ ബിറ്റ്കോയിനുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. ആ അളവുകൾ വെച്ച് നോക്കുമ്പോൾ 2020 മുതൽ സ്വർണത്തിന് അതിന്റെ വാങ്ങൽ ശേഷിയുടെ 84% നഷ്ടപ്പെട്ടത്. നമുക്ക് ആ കണക്ക് ഒന്നുകൂടി വ്യക്തമാക്കാം. 2020 നിങ്ങളുടെ കയ്യിൽ ഒരു ബിറ്റ്കോയിൻ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അത് വിറ്റ് നിങ്ങൾക്ക് സ്വർണം വാങ്ങാമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് ചെയ്യാതെ 2024 വരെ കാത്തിരുന്നുവെങ്കിൽ അതേ ഒരു ബിറ്റ്കോയിൻ കൊണ്ട് 2020 കിട്ടുമായിരുന്നതിനേക്കാൾ 16 മടങ്ങ് കൂടുതൽ സ്വർണം ഇന്ന് നിങ്ങൾക്ക് വാങ്ങാനായി സാധിക്കുമായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ബിറ്റ്കോയിനുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം അതിദാരുണമായി ഇടിഞ്ഞു. ഡോളറിലോ രൂപയിലോ സ്വർണ്ണവില കൂടിയിട്ടുണ്ടാകാം, പക്ഷേ അത് പണപ്പെരുപ്പത്തെ കഷ്ടി അതിജീവിക്കുകയോ അല്ലെങ്കിൽ അതിനൊപ്പം നീങ്ങുകയോ മാത്രമാണ് ചെയ്തത്. എന്നാൽ യഥാർത്ഥ സമ്പത്ത് സൃഷ്ടിച്ചത് ബിറ്റ്കോയിൻ ആണ്. പോംപ്ലിയാനോയുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ മൂർച്ചയുള്ളതാണ്. ബിറ്റ്കോയിൻ ഒരു തടസ്സ നിരക്കാണ്, അതായത് ഹേർഡിൽ റേറ്റ്. നിങ്ങൾക്കതിനെ മറികടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അത് വാങ്ങണം. ബിറ്റ്കോയിൻ അനുകൂലികൾ ഇതിനെ പിന്തുണയ്ക്കുന്നത് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അന്തിമമായ പരിമിതി. ലോകത്താകെ 21 മില്യൺ ബിറ്റ്കോയിനുകൾ മാത്രമേ ഉണ്ടാകൂ. അത് അതിന്റെ കോഡിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്വർണം അങ്ങനെയല്ല. പുതിയ ഖനികൾ കണ്ടെത്താം, സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുമ്പോൾ കടലിന്റെ അടിയിൽ നിന്ന് പോലും സ്വർണം ഖനനം ചെയ്തെടുക്കാം. അതുകൊണ്ട് സ്വർണത്തിന്റെ സപ്ലൈ പരിമിതമാണെങ്കിൽ കൂടി അത് അന്തിമമല്ല. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ കൂട്ടാനായി സാധിക്കും. ബിറ്റ്കോയിന്റെ സപ്ലൈ കൂട്ടാൻ ആർക്കും സാധ്യമല്ല. രണ്ടാമത്, ഡിജിറ്റൽ യുഗത്തിന്റെ ആസ്തി. നമ്മൾ ജീവിക്കുന്നത് ഇന്റർനെറ്റിന്റെ യുഗത്തിലാണ്. സ്വർണം ഒരു ഭൗതിക വസ്തുവാണ്. അത് സൂക്ഷിക്കാൻ ലോക്കർ വേണം. സുരക്ഷാ ഭീഷണിയുണ്ട്. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ അതിർത്തികളും നിയമങ്ങളും തടസ്സമാണ്. എന്നാൽ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ബിറ്റ്കോയിൻ നിങ്ങളുടെ തലച്ചോറിൽ 12 വാക്കുകളായി സൂക്ഷിക്കാം. ലോകത്ത് എവിടെയും നിമിഷനേരം കൊണ്ട് കൈമാറ്റം ചെയ്യാം. ഒരു ഗവൺമെന്റിനും അത് എളുപ്പത്തിൽ പിടിച്ചെടുക്കാനും സാധ്യമല്ല. അടുത്തത്, വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ. സ്വർണത്തിന്റെ വിലയിൽ വൻകിട സെൻട്രൽ ബാങ്കുകൾക്കും ബുള്ളിയൻ ബാങ്കുകൾക്കും സ്വാധീനം ചെലുത്താനും സാധിക്കും. എന്നാൽ ബിറ്റ്കോയിൻ ആകട്ടെ, അതിനെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തിയോ സ്ഥാപനമോ ഒന്നുമല്ല. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയാണ്. അതിനെ തകർക്കാൻ ഒരു ഗവൺമെന്റിനും സാധിക്കില്ല. ഈ കാരണങ്ങൾ കൊണ്ട് സ്വർണം അനലോഗ് യുഗത്തിന്റെ ആസ്തിയാണെന്നും ബിറ്റ്കോയിൻ ഡിജിറ്റൽ യുഗത്തിന്റെ യഥാർത്ഥ സുരക്ഷിതമായ താവളമാണെന്നും ഇവർ ശക്തമായി വാദിക്കുന്നു. പോംപ്ലിയാനോയുടെ ഈ ആക്രമണത്തിനെതിരെ പരമ്പരാഗത നിക്ഷേപകർ നിശബ്ദമായിരുന്നില്ല. അവർ ശക്തമായ പ്രതിരോധമാണ് തീർത്തത്. അവരുടെ ആദ്യത്തെയും ഏറ്റവും ശക്തമായതുമായ വാദം ഇതാണ്: വെറും 15 വർഷം മാത്രം പ്രായമുള്ള അതിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് ഇന്നും തർക്ക വിഷയമായ ഒന്നിനെയാണോ 5000 വർഷം മനുഷ്യ നാഗരികതയുടെ സാമ്പത്തിക അടിത്തറയായ സ്വർണവുമായി താരതമ്യം ചെയ്യുന്നത്? സ്വർണത്തിന്റെ പ്രതിരോധം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, തെളിയിക്കപ്പെട്ട ചരിത്രമാണ്, അഥവാ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്. സ്വർണം ഒരു പരീക്ഷണ വസ്തുവല്ല. സാമ്രാജ്യങ്ങൾ തകർന്നപ്പോൾ, യുദ്ധങ്ങൾ ലോകത്ത് കീറിമുറിച്ചപ്പോൾ, കറൻസികൾ വെറും കടലാസ് കഷ്ണങ്ങളായി മാറിയപ്പോൾ മൂല്യം നിലനിർത്തിയ ഒരേ ഒരു ആസ്തി സ്വർണമാണ്. ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ഇന്നും ആയിരക്കണക്കിന് ടൺ സ്വർണം അവരുടെ റിസർവായി സൂക്ഷിക്കുന്നു. അത് ബിറ്റ്കോയിൻ അല്ല. ആ വിശ്വാസ്യതയാണ് സ്വർണത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. രണ്ട്, അതിതീവ്രമായ അസ്ഥിരത.
ബിറ്റ്കോയിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ വിലക്കയറ്റമാണ്. എന്നാൽ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ശാപവും. 2021 $69,000 ബിറ്റ്കോയിൻ 2022 $16,000 കൂപ്പുകുത്തി. 75% തകർച്ച. നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ബിറ്റ്കോയിലാണെങ്കിൽ ഒരൊറ്റ വർഷം കൊണ്ട് നിങ്ങൾ ദരിദ്രനായി പോയേക്കാം. ഇതാണോ സുരക്ഷിത താവളം? സ്വർണം അങ്ങനെയല്ല. അത് സാവധാനമേ നീങ്ങുകയുള്ളൂ, പക്ഷെ അത് നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കും. സ്വർണം ഒരു ഡിഫൻഡർ ആണ്. ബിറ്റ്കോയിൻ അതിതീവ്രമായി റിസ്ക് എടുക്കുന്ന ഒരു ചൂതാട്ടവുമാണ്. അടുത്തത് യഥാർത്ഥ മൂല്യവും ഉപയോഗവും. അതായത് സ്വർണം വെറും ഒരു നിക്ഷേപ വസ്തു മാത്രമല്ല, അതിന് ഭൗതികമായ ഉപയോഗമുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് സ്വർണം കൊണ്ടാണ്. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ബഹിരാകാശ വാഹനങ്ങൾ എന്നിവയിലെല്ലാം സ്വർണം അനിവാര്യമായ ഒരു ഘടകമാണ്. അതിന് ഒരു യഥാർത്ഥ വ്യാവസായിക മൂല്യമുണ്ട്. ബിറ്റ്കോയിന്റെ മൂല്യം എന്താണ്? അത് കേവലം ഒരു ഡിജിറ്റൽ കോഡ് മാത്രമാണ്. ആളുകൾ അതിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം മാത്രമാണ് അതിന് മൂല്യമുള്ളത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിന്റെ മൂല്യം 0 ആകും. അപ്പോൾ ഈ യുദ്ധത്തിൽ ആരാണ് ശരി? പോംപ്ലിയാനോയുടെ 84% നഷ്ടം എന്ന കണക്ക് സത്യമല്ലേ? പോംപ്ലിയാനോയുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഒരു നിക്ഷേപകൻ പറഞ്ഞത് ഇതാണ്: അദ്ദേഹത്തിന്റെ യുക്തി അനുസരിച്ച് 2020 മുതൽ ബിറ്റ്കോയിനുമായി താരതമ്യം ചെയ്താൽ മറ്റെല്ലാ നിക്ഷേപങ്ങളും ദുരന്തമാണ്. S&P 500, അതായത് അമേരിക്കൻ ഓഹരി വിപണി, ഒരു ദുരന്തമാണ്. റിയൽ എസ്റ്റേറ്റ് ഒരു ദുരന്തമാണ്. ഇതിനെയാണ് ചെറി പിക്കിംഗ് അഥവാ ചെറി പിക്കിംഗ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വാദത്തെ ന്യായീകരിക്കാൻ സൗകര്യപ്രദമായ ഒരു കാലയളവ് മാത്രം തിരഞ്ഞെടുക്കുക. 2020 കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകൾ അനിയന്ത്രിതമായി പണം അച്ചടിച്ച സമയത്താണ് ബിറ്റ്കോയിൻ കുതിച്ചുയർന്നത്. എന്നാൽ ഈ താരതമ്യം 2018 2022 ആണ് നടത്തുന്നതെങ്കിലോ അപ്പോൾ കഥ മാറും. ബിറ്റ്കോയിൻ തകർന്ന് തരിപ്പണമായപ്പോൾ സ്വർണം അതിന്റെ മൂല്യം നിലനിർത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരു പ്രത്യേക കാലയളവിലെ പ്രകടനം വെച്ച് 5000 വർഷത്തെ ചരിത്രമുള്ള സ്വർണത്തെ വിനാശകരം എന്ന് വിളിക്കുന്നത് ഭൗതികമായ സത്യസന്ധതയല്ല. ഇപ്പോൾ നമ്മൾ ആ നിർണായക ചോദ്യത്തിലേക്ക് വരുന്നു. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം? ഇതൊരു ലളിതമായ ചോദ്യമല്ല. കാരണം സ്വർണവും ബിറ്റ്കോയിനും 2 വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് നിറവേറ്റുന്നത്. സ്വർണം ഇത് സമ്പത്തിന്റെ സംരക്ഷണമാണ്, അതായത് വെൽത്ത് പ്രിസർവേഷൻ എന്ന് പറയും. ഇത് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയാണ്. സാമ്പത്തിക ലോകം കത്തി അമർന്നു പോയാലും നിങ്ങളുടെ കുടുംബത്തെ പട്ടിണിയില്ലാതെ നോക്കാൻ സഹായിക്കുന്ന അവസാനത്തെ അത്താണി. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് കോടീശ്വരനാകാനല്ല, മറിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് പണപ്പെരുപ്പം മൂലം ഇല്ലാതാകാതിരിക്കാനാണ്. ഇത് സ്ഥിരതയാണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇത് സമ്പത്ത് സൃഷ്ടിക്കലാണ്. ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ആസ്തിയാണ്. ഇത് ഭാവിയുടെ സാങ്കേതിക വിദ്യയിലുള്ള ഒരു പന്തയവുമാണ്. ഈ പന്തയം ജയിച്ചാൽ നിങ്ങൾ അതിസമ്പന്നനായേക്കാം, പരാജയപ്പെട്ടാൽ നിങ്ങളുടെ നിക്ഷേപം 0 ആയേക്കാം. ഇത് അവസരമാണ്, അതായത് ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം. അതുകൊണ്ട് ചോദ്യം സ്വർണമോ ബിറ്റ്കോയിനോ എന്നതല്ല, മറിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ രണ്ടിനും എന്ത് സ്ഥാനമാണ് വേണ്ടത് എന്നതാണ്. ആന്റണി പോംപ്ലിയാനോയെ പോലെയുള്ള ബിറ്റ്കോയിൻ അനുകൂലികർ അവരുടെ മുഴുവൻ യുക്തിയും പടുത്തുയർത്തുന്നത് സ്വർണത്തെ ആക്രമിച്ചുകൊണ്ടാണ്. എന്നാൽ ബുദ്ധിയുള്ള നിക്ഷേപകർ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്: നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും വിവേകപൂർണമായ തന്ത്രം. നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം സ്വർണം പോലെ ചരിത്രം തെളിയിച്ച സ്ഥിരതയുള്ള ആസ്തികളിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ കോട്ടയാണ്. അതേസമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുറപ്പുള്ള റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ശതമാനം തുക മാത്രം ബിറ്റ്കോയിൻ പോലെയുള്ള അതിനൂതന ആസ്തികളിൽ നിക്ഷേപിക്കാം. ഇത് നിങ്ങളുടെ കുതിരപ്പന്തയം പോലെയൊക്കെയാണ്. ഒന്നിനെ മാത്രം ആശ്രയിക്കുന്നത്, അത് സ്വർണ്ണമായാലും ബിറ്റ്കോയിൻ ആയാലും, ആധുനിക സാമ്പത്തിക ലോകത്ത് ആത്മഹത്യാപരമാണ് എന്നേ പറയാനേ പറ്റുള്ളൂ. സ്വർണം എന്ന രാജാവ് മരിച്ചിട്ടില്ല, പക്ഷെ ബിറ്റ്കോയിൻ എന്ന അതിശക്തനായ ഒരു പുതിയ കളിക്കാരൻ സാമ്പത്തിക യുദ്ധക്കളത്തിൽ എത്തിയിട്ടുണ്ട്. ഈ പുതിയ യാഥാർത്ഥ്യം അംഗീകരിക്കാത്തവർ ആരായാലും തന്നെ അവർക്ക് ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സാമ്പത്തിക യുദ്ധത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.